ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പ് പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബിജി വരയാത്ത് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പ് പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബിജി വരയാത്ത് എന്ന സമ്മിശ്ര കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ. നമസ്കാരം. അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 12 വർഷമായിട്ട് കാർഷിക മേഖലയിലാണ്. അതിനുമുമ്പ് സൈന്യത്തിലായിരുന്നു. BS അതിർത്തി രക്ഷാ സേനയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്പോർട്സിലെ ഷൂട്ടിങ്ങിലായിരുന്നു. ഷൂട്ടിങ്ങിൽ വേൾഡ് കപ്പിൽ ആദ്യ മലയാളി ഇൻ്റർനാഷണലാണ്. ശരി. അങ്ങനെ അതിനുശേഷം റിട്ടയർമെൻറ്റ് വന്നതിന് ശേഷം 12 വർഷമായി കൃഷിയിലാണ്. പട്ടാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ കൃഷിയോടുള്ള താല്പര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഫാമിലി ഒരു കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയാണ്. അപ്പോഴും ഞങ്ങൾക്ക് കൃഷി തന്നെയായിരുന്നു. അച്ഛനും സഹോദരങ്ങളും പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരും എല്ലാവരുടെ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? അതെ, ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം നേരെ ജോലിക്ക് പോകുമായിരുന്നു? അതെ. വിദ്യാഭ്യാസത്തിന് ശേഷം സൈന്യത്തിലേക്ക് പോകുമായിരുന്നു. 1990 സൈന്യത്തിൽ കയറുന്നത്. പിന്നെ 2011 അവിടുന്ന് റിട്ടയർമെൻ്റ് ആയി വരുന്നത്. അതിനുശേഷം സജീവമായിട്ട് കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിയല്ലേ? അതെ, കൃഷിയിലാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്? ഏതൊക്കെയായിരുന്നു? സ്റ്റാർട്ടിങ് ഞാൻ ഏലം ഉണ്ടായിരുന്നു. ഇവിടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഏലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫിൻ്റെ വീടിനടുത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ തേയില വെച്ചു. അത് രണ്ടുമാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ ഏലം കുറച്ചുകൂടി വിപുലീകരിച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ കാപ്പി, കുരുമുളക്, കൊക്കോ, റബ്ബർ, അങ്ങനെ എല്ലാത്തരം കൃഷികൾ ഏകദേശം ഉണ്ട്. ഇപ്പോൾ ഒരു 800-900 കമുകുന്തയും വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് കയറി വരുന്നുണ്ട്. 2-3 വർഷമായുള്ളൂ. കമുക് വെച്ചിരിക്കുന്നത് ഏത് വിളയുടെ ഒപ്പമാണ് വെച്ചിരിക്കുന്നത്? അത് കമുക്, കാപ്പി, പിന്നെ അതിൻ്റെ അകത്ത് കുരുമുളകും കൂടെ, മൂന്നും കൂടെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഓരോ ഐറ്റവും ഓരോ പ്ലോട്ടിൽ വേറെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് റബ്ബർ ഉള്ളിടത്ത് റബ്ബർ, കാപ്പി, കൊക്കോ, പിന്നെ കുറച്ച് ഏലമുണ്ട്. പിന്നെ വീടിന് ചുറ്റും കുറച്ച് പച്ചക്കറികൾ, മീൻ വളർത്തൽ, അങ്ങനെ അത്യാവശ്യം എല്ലാ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. അതെ, എല്ലാ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന ഒരു വിളയായിരുന്നു കാപ്പി. പക്ഷെ ഇപ്പോൾ എല്ലാവരും കാപ്പി കൃഷി ഉപേക്ഷിച്ചിട്ട് ഏലം പോലുള്ള കൃഷികളിലേക്ക് സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും അങ്ങ് വീണ്ടും കാപ്പി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിളയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുക ബുദ്ധിമുട്ടാണ്. ചിലപ്പം ഏലത്തിന് കീടബാധയൊക്കെ വളരെ കൂടുതലാണ് കാപ്പിയെ അപേക്ഷിച്ച്. പക്ഷേ കാപ്പിക്കാണെങ്കിൽ നമുക്ക് അത്രയും കീടബാധയില്ല. പിന്നെ അതിനൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അതിന് ആദായം കിട്ടൂ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ലോങ് ടൈം നമുക്കത് അതിന് വിള കിട്ടും. ഇപ്പം ഏലമാണെങ്കിൽ നമുക്ക് എല്ലാ വർഷങ്ങളും അതേ വളരെ വർക്ക് കൂടുതലാണ്. അതിന് ഹാർഡ് വർക്ക് വളരെ ചെയ്യേണ്ടതുണ്ട്. പരിചരണം കുറച്ച് മതി. അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വിലയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം വിലയുണ്ട്. ഈ വയനാട്, കൊടക് ഭാഗങ്ങളിലെ ഒരു കാപ്പിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന 58 കിലോ പരിപ്പാണ് ഒരു കാപ്പിയിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളതേ രീതിയിൽ ഇതിനെ കാപ്പി ഇവിടെ നോക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അതേ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏലത്തിന് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനും തന്നെ കിട്ടാവുന്നതാണ്. പക്ഷെ നമ്മളിതിനെ ആരും നോക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് പിന്നോട്ട് പോയത്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും
അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലേ? കാലാവസ്ഥ അനുയോജ്യമാണ്. പിന്നെ ഈ വയനാട്, കൊടക് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അവർ കാലാവസ്ഥ നോക്കുന്നില്ല. അവർ തന്നെ വെള്ളം അടിച്ച് തന്നെ പൂപ്പിച്ച് പിന്നീട് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ പിന്നെ റെഗുലറായിട്ട് അതിന് ജലസേചനം കൊടുത്താണ് കാപ്പി കൊണ്ടുവരുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് ഏലം ഉള്ളതുകൊണ്ട് ഏലത്തെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാപ്പി കൃഷി ചെയ്തിരിക്കുന്നത് ഏതിനമാണ്? അത് ചന്ദ്രഗിരി ഉണ്ട്, പിന്നെ സീൻഡുവാർ ഉണ്ട്, പിന്നെ വേറെ ഒരു ഇനം കൂടിയുണ്ട്. അങ്ങനെ 3 കൂടിയാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നട്ടിട്ട് ഒരു ആദായത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം എടുക്കും? 3 വർഷം. സീൻഡുവാറിന് 3 വർഷം. ഇപ്പം വെച്ചിട്ട് 1 വർഷം ആയുള്ളൂ. അപ്പം തന്നെ ചിലതും അതിൻ്റെ ശാഖ അടിച്ച് ചെറുതായിട്ടൊക്കെ ചിലതൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം പൂക്കളെല്ലാം അടത്തി കളയുകയാണ് ചെയ്തത്. അത് പ്രായക്കുറവായതുകൊണ്ടേ. ശരി. 3 വർഷമെങ്കിലും വേണം. അപ്പം അതിന് ആരോഗ്യമുള്ള ഒരു ചെടിയായി മാറത്തുള്ളൂ. പിന്നെ ചന്ദ്രഗിരി അല്ലെങ്കിൽ അതിന് സാന്ദ്രമ എന്ന് പറയുന്ന അത് ആദായമുണ്ട് അതിന്. അതെ അല്ലേ? ഇതിൻ്റെ തൈയൊക്കെ എവിടുന്ന ശേഖരിച്ചത്? എവിടുന്നായിരുന്നു ഇതിൻ്റെ തൈ? ഇവിടെ പീരുമേട് ഉണ്ടായിരുന്ന മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അവിടെ നിന്നാണ് ആദ്യം തൈ കൊണ്ടുവന്ന്. പിന്നെ കട്ടപ്പനയിൽ നിന്ന് 1 വർഷം വളർച്ചയായ പോക്ക് തൈ വെക്കാനായിട്ടല്ല അവിടെ നിന്ന് വാങ്ങി. നമുക്കിവിടെ ഈ പ്രദേശത്ത് തന്നെ കിട്ടാനുണ്ടല്ലേ? കിട്ടാനുണ്ട്. ശരി. പിന്നെ ചന്ദ്രഗിരിയുടെ ഇവിടെ തന്നെ എനിക്ക് കുറച്ച് തൈ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നിർമ്മിച്ചെടുത്തത്. ഈ കാപ്പി കൃഷി ചെയ്യുന്നവർ നടുന്ന സമയത്തും അതിനുശേഷമുള്ള ഒരു പരിചരണം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് ഒരടി കുഴിയെടുക്കുക. കുഴിയെടുത്തതിന് ശേഷം നടുന്നത് അല്പം ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം കവറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരും. പിന്നെ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം രാസവളം കൊടുക്കുക. പിന്നെ ഇത് ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും ഇപ്പോൾ കൊടുക്കേണ്ട സമയമാണ്. കുറച്ച് മഴ പെയ്തുകൊണ്ട് ഇപ്പം കൊടുക്കാം ഇനിയിപ്പം. ശരി. അപ്പോൾ വർഷത്തിൽ 2 തവണ രാസവളം? 2 തവണ രാസവളവും പിന്നെ 2 തവണ ജൈവവളവും അത് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. പിന്നെ കാപ്പി കൃഷിക്ക് എനിക്ക് തോന്നുന്നു കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ. വിരിയുന്ന സമയത്തുള്ള മഴ അതൊക്കെ അത് എങ്ങനെയാണ് കാപ്പിനെ ബാധിക്കുന്നത്? എങ്ങനെയാണ് അത്? പൂ വിരിഞ്ഞ ഉടൻ തന്നെ ഒരു 6-7 മണിക്കൂറിനുള്ളിൽ മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ പൂമ്പൊടിയും തേനും നശിച്ചു പോവുകയാണെങ്കിൽ അത് പൂ പിടിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. ഒരു 24 മണിക്കൂറിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഞാൻ പറഞ്ഞ വയനാട്, കൊടക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ മഴയെ ആശ്രയിക്കുന്നില്ല. അവർ വെള്ളം അടിച്ച് പൂപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഉൽപാദനം കൂട്ടി അവർ കൊണ്ടുവരുന്നത്. അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ആദായത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാപ്പിക്ക് ഷെയ്ഡൊക്കെ പോലുള്ള കാര്യങ്ങൾ എങ്ങനെ? ഷെയ്ഡ് കൂടുതലായി കുറവാണോ? ഷെയ്ഡ് കാപ്പിക്ക് പാടില്ല. അത് അവർ പറഞ്ഞത് കോഫി ബോർഡിന്റെ ആൾക്കാർ പറഞ്ഞ 20 അടിക്ക് മേളിലുള്ള ഒരു ചെറിയ ഷെയ്ഡ് മാത്രമേ പാടുള്ളൂ. ബാക്കി ഷെയ്ഡ് ഉണ്ടാകാതിരിക്കാനാണ് നല്ലത്. ഷെയ്ഡ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഈ വലിച്ചെടുക്കുന്ന വളം മുഴുവൻ ഇത് ഇലയിലേക്ക് കൊടുക്കും. ഇല വലിയ ഇലയാവും, ഉൽപാദനം കുറയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയ്ഡ് കുറയ്ക്കുക. അതുപോലെ കാപ്പിക്ക് ഉയരത്തിലേക്ക് വരുന്ന കമ്പ് മുറിച്ച് കവാത്തി എന്നൊരു പരിപാടിയാണ്. അത് എത്രാമത്തെ വർഷമാണ് ചെയ്യുന്നത്? അത് 3 വർഷത്തിന് ശേഷം നമുക്കൊരു കാപ്പിക്കുരു പറിക്കാനായിട്ടുള്ള ഇപ്പൊ ഇവിടെ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന വെച്ചാൽ കാപ്പിക്കുരു പറിക്കാനായിട്ടൊരു ഉയരം കണക്കാക്കി അത് ചെയ്യുക. അപ്പം ആ വലിപ്പം വരുന്നൊരു പ്രായമാകുമ്പോൾ മുറിച്ച് കളയുക. അപ്പൊ നമുക്കൊരു ഇത്ര വർഷം എന്ന് പറയാൻ പറ്റില്ല. ചില അടികളൊക്കെ ചെറുതായിരിക്കാം. അത് വളർന്ന് വരുമ്പോൾ സമയം എടുക്കും. ചിലത് പെട്ടെന്ന് കയറി വരും. അപ്പോൾ നമ്മുടെ ഒരു കൈക്ക് എത്തി പറിക്കാൻ ചെയ്യുന്ന രീതിയിലുള്ളത് അതേ രീതിയിലാണ് അത് വെട്ടി കവാത്ത് ചെയ്ത് വിടുന്നത്. ഇതിന്റെ വിളവെടുപ്പിനൊക്കെ നമുക്ക് തൊഴിലാളികളെ ആവശ്യം വരുന്നുണ്ടോ? ഉണ്ട്. തൊഴിലാളികളെ ആവശ്യം വരും. കിട്ടാനുണ്ടോ തൊഴിലാളികളെ? നമുക്ക് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഇവർ ഈ ആസാം, ബംഗാൾ അവിടെയുള്ളവരൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് മാക്സിമം ചെയ്യിക്കുന്നത്. കാപ്പിക്കുരു പറിച്ചതിന് ശേഷം പിന്നെ അത് ഉണങ്ങുന്നു, അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മൾ കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. പിന്നെ വെയിലത്തിട്ട് തന്നെ ഉണക്കാണ്. പിന്നെ വിൽപ്പന എങ്ങനെയാണ്? അത് പരിപ്പാക്കിയാണോ അതോ? അല്ല, ഇപ്പം തൊണ്ടുമുറം തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലാണ് ഇപ്പം വിൽക്കുന്നത്. പിന്നെ പല രീതിയുണ്ട്. മറ്റേ ചന്ദ്രഗിരി പൾപ്പാക്കി എടുത്തിട്ട് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള മാർക്കറ്റ് ലഭ്യമല്ല. അത് തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള നമുക്ക് ഇവിടുന്ന് ബുദ്ധിമുട്ടാണത്. അവിടെ വരെ കൊണ്ടുചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കമുകിന്റെ കൃഷി ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങി? 2 വർഷമായുള്ളൂ കമുകിന്റെ. അത് മോഹിതനഗർ എന്ന് പറഞ്ഞ തൈയാണ് വെച്ചിരിക്കുന്നത്. അത് ഏലത്തിനകത്തും വെച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെ ഒരു പ്ലോട്ടിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 450ഓളം കമുക് തൈ വെച്ചിട്ടുണ്ട്. അതിന്റെ തൈയൊക്കെ നമുക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത്?
അത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നിലമ്പൂരുള്ളേ. ശരി. ഞാൻ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോയി അവിടുന്ന് ഒരു മകരക്കാറ്റ് അടിക്കണമെന്ന് ഒരു ഇതുണ്ട് ഇവരുടെ ഈ കവുങ്ങിന്റെ ഇതിന്റെ അടയ്ക്കായിക്കേ. അപ്പൊ ഈ മകരക്കാറ്റ് അടിച്ചത് താഴെ വീഴാതെ പറിച്ച് അത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങള് മോനും പൈപ്പും കൂടെ അത് പാകി അങ്ങനെയാണ് ഞാൻ വെച്ചത്. ഈ ഇനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം? ഈ ഇനത്തിന്റെ പ്രത്യേകത അവർ പറഞ്ഞത് ഇതിന് പാക്കിന് മുഴുപ്പുണ്ടാവും അടയ്ക്കാം. പിന്നെ മറ്റുള്ളതിനെ കഴിഞ്ഞൊക്കെ അല്പം ലേറ്റ് ആയിരിക്കും കായ്ക്കാൻ, പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതെല്ലേ? ആ, എത്ര വർഷം കായ്ക്കാനായിട്ട് എടുക്കുന്നുണ്ടാവും? അവർ പറഞ്ഞത് ഒരു 40 വർഷം കായ്ക്കാനായിട്ട്. 4 തൊട്ട് 6 വർഷത്തിനുള്ളിൽ കായ്ക്കും. പിന്നെ ഒരു 40 വർഷത്തിന് കിട്ടുകയും ചെയ്യും. ആദായം കിട്ടുമെന്ന് പറഞ്ഞു. ഒത്തിരി ഉയരം വെക്കുന്ന തരമാണോ? ഇടത്തരം ഉയരം വെക്കുന്നതാണ്. അതെ അല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ തെങ്ങിലൊക്കെ കയറാനുള്ള ആളുകളെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ കമുകലിന്റെ വിളവെടുപ്പിന്റെ കാര്യത്തെ കുറിച്ച് ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ അപ്പോഴത്തേക്കും ടെക്നോളജി ഒക്കെ കുറെ മാറാൻ സാധ്യത. അതെ, മിഷനറീസ് ഇപ്പൊ തന്നെ പല മിഷനറീസും ഇപ്പൊ തന്നെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ അതെ. ഞാൻ മാക്സിമം എനിക്ക് ഏകദേശം ഒരു 6 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. അതിലൊരു 80% പണി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം തേയിലയുണ്ട്. തേയിലയിൽ നിന്ന് കൊളുന്തെടുക്കുന്ന മുഴുവൻ മിഷനെ ഉപയോഗിച്ചാണ്. അതുപോലെ ഇതിലും മുന്നോട്ടുള്ള സമയങ്ങളിൽ മിഷനറീസ് ഉണ്ടാവണം. എന്നാൽ മാത്രമല്ലേ കാർഷിക മേഖല മുന്നോട്ട് പോകത്തുള്ളൂ. ഈ കമുകിന്റെ ഒരു ആവശ്യം, അതിന്റെ ഒരു കാലാവസ്ഥ എന്ത് കാലാവസ്ഥയായിരിക്കും അതിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? നമ്മുടെ ഇടുക്കിയുടെ കാലാവസ്ഥ അതിന് ബെറ്ററാണ്. അതെ അല്ലേ? കൂടുതൽ ചൂടോ തണുപ്പോ അങ്ങനെയുള്ളത് അല്ലാതെ നമ്മുടെ ഒരു മിനിമം കാലാവസ്ഥ ഇടുക്കിയിലെ. ഈ വേനൽക്കാലത്ത് ജലസേചനം പോലുള്ളതൊക്കെ കമുകിന് ആവശ്യമുണ്ടോ? അതെ, അത് കമുകിന് നന്നായിട്ട് ജലസേചനം ആവശ്യമാണ്. കമുക തെങ്ങൊക്കെ ജലസേചനം, ഇതിന് തായ്വേരില്ലല്ലോ. അപ്പം ഇപ്പൊ തായ്വേരില്ലാത്തതുകൊണ്ട് ചുറ്റുപാടിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിനാൽ അതിന് വെള്ളം നന്നായിട്ട് കൊടുക്കണം. തേയില കൃഷി എത്ര നാളായി തുടങ്ങിയിട്ട്? തേയില കൃഷി തുടങ്ങിയിട്ടിപ്പോ ഏകദേശം 26 വർഷമായി. എൻ്റെ വൈഫിന്റെ വീട് പശുപ്പാറ എന്ന സ്ഥലത്താണ്. അവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിന്റെ അച്ഛൻ ആണ് ഇങ്ങനെ ഒരു പ്ലോട്ട് എടുത്തതിന് ശേഷം പറഞ്ഞാൽ നമുക്ക് തേയില കൃഷി നടത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് അത് പ്ലാൻ ചെയ്തതും പിന്നെ അതിൽ കൃഷി നടത്തിയത്. അത് കുഴപ്പമില്ല, നന്നായിട്ടാണ് തേയില കൃഷിയുള്ളത്. അതിപ്പോ ആദായകരമാണോ? അതെ അതെ. നല്ല വിലയൊക്കെ കൊളുന്തിന്റെ വില ഓരോ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സീസൺ ആയി കഴിയുമ്പോൾ വില കുറയും. കൊളുന്തില്ലാത്ത സമയത്ത് വില കൂടുതലായിരിക്കും. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ നന്നായിട്ട് കൊള്ളുന്നുണ്ടാവും. അപ്പം വില ഇപ്പോൾ കുറഞ്ഞു, 21 രൂപയിലേക്ക് എത്തി. ഈ സീസണിൽ 26 വരെയായിരുന്നു മാക്സിമം വില വന്നത്. ഒരു ഒരേക്കർ മിച്ചമാണ്, ഒരേക്കറിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. അതിനും തൊഴിലാളികൾ കിട്ടുന്നുണ്ടോ? ഇല്ല, തൊഴിലാളികളെ ഞാൻ ആശ്രയിക്കാറില്ല. ഞാനും എല്ലാം മിഷനറിയിലാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മെഷീനുകൾ ഇപ്പം തന്നെ എടുക്കാനായിട്ടുള്ള ചെറിയ ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീൻ ഉണ്ട്. പിന്നെ വലിയ മെഷീനുണ്ട്, പെട്രോൾ മോട്ടറുണ്ട്. അത് ഞാനും മോനും അല്ലെങ്കിൽ ഒരാളെ കൂടെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ആ മെഷീൻ ഉപയോഗിച്ച് ഒരേക്കർ എടുക്കാനായിട്ട് ഏകദേശം എന്തേലും? അത് ഞാൻ നേരിട്ട് തന്നെ ഫാക്ടറിയിൽ ഇറക്കുകയാണ്. അപ്പോൾ ഞാനൊരു 400 കിലോ 450 കിലോ ഒരു ദിവസം എടുക്കും. അത്രയും ഫുൾ ഡേ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 1000 കിലോളം വരെ എടുക്കാൻ പറ്റുമല്ലേ? ഒരു 400 കിലോ എടുത്തിട്ട് ഞാൻ നിർത്തിയിട്ട് വണ്ടിയിൽ തന്നെ കയറ്റി ലോഡ് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാണ്. അത് എനിക്ക് അവിടെ കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് കൊളുന്ത് ഞാനാണ് എടുക്കുന്നത്. ഞാൻ ഒരു ഏക്കറിൽ നിന്ന് 3000 കിലോയ്ക്ക് മേളിൽ വരെ കൊളുന്ത് എടുക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസവളത്തിന് കൂടാതെ മറ്റ് ഈ കോഴിവളം, അത് സാധാരണ അങ്ങനെ ആരും ഇറക്കാറില്ല. പക്ഷെ ഞാനത് ഇറക്കി അതും പരീക്ഷിക്കുന്നത്. ഞാൻ എല്ലാ കൃഷിയിലും എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം എല്ലാ കൃഷിയിലും ഉണ്ട്. കോഴിവളം ഒരു വർഷത്തിൽ ഒരു തവണ? ഒരു വർഷത്തിൽ വേനൽക്കാലത്ത്, വേനലിൽ ലാസ്റ്റ് ആകുന്നതോടുകൂടി കോഴിവളം ഇറക്കും. പിന്നെ മഴയായി കഴിയുമ്പോൾ അതൊരു അടിവളം പോലെ കിടക്കുകയും ചെയ്യും. പിന്നീട് രാസവളം ചെയ്യാം. ഈ ചെടിക്ക്, അതായത് തേയില കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. അതില് ചെടിയിൽ ഈ തേയിലക്കൊതുക് എന്ന് പറഞ്ഞാൽ ചെറിയ മുള പൊട്ടി ഇത് നമ്മൾ കൊളുന്തെടുത്തതിന് ശേഷം അടുത്ത നാമ്പ് വരുമ്പോഴത്തേക്കും അതിന്റെ നീരൂറ്റി കുടിക്കാനായിട്ട് കീടങ്ങൾ തേയിലക്കൊതുക് കുത്തി അതിന്റെ നീരൂറ്റി കുടിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മള് ഇപ്പൊ തേയില നട്ട് കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാണെങ്കിൽ എത്ര നാളെടുക്കും? പലതരം ഇതുണ്ട്, തൈകളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് കട്ടിങ് ചെടി എന്ന് പറയും. അതായത് അത് അതിന് തായ്വേരില്ല. അത് നമ്മൾ ഗ്രാഫ്റ്റിംഗ് രീതിയിൽ അത് ചെയ്തു വരുന്നു. പിന്നെ ഒന്ന് കുരുത്തൈ ഉണ്ട്, കുരു ഇട്ട് കിളിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ടിങ് തൈ വരുന്നത്, അത് ഏകദേശം 10 മാസത്തിന് ശേഷം നമ്മൾ അതിനെ സെൻറ്റർ ചെയ്യും. ഈ തൈ വെച്ചതിന് ശേഷം സെൻറ്റർ ചെയ്ത് തൊട്ടൊരു
10-20 ദിവസം കഴിയുമ്പോൾ തന്നെ അതിന് തളിര് പൊട്ടി തുടങ്ങും. ശരി. അപ്പോൾ അത് തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. ഒരു 10 മാസം തൊട്ട് തന്നെ ഇത് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു തോട്ടമാണെങ്കിൽ അതിൽ നിന്ന് ആദായം എടുത്ത് തുടങ്ങാം. അത് പിന്നെ എത്രയാണ് മെച്ചൂരിറ്റി ആകുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു 100 വർഷമാണ് പറയുന്നത് എടുക്കാൻ പറ്റുന്ന കട്ടിങ് ചെടിക്ക്. മറ്റേത് 300 വർഷമാണ് പറയുന്നത് കുരുവിട്ട് മുളപ്പിക്കുന്നത്. നമ്മുടെ ഇപ്പൊ എസ്റ്റേറ്റുകളിലൊക്കെ ഉള്ള അത് ഇവിടെ 1921 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള. അതെ അതെ, ഈ ഒറ്റമരമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. അപ്പൊ അത് ഇപ്പോഴും റീപ്ലാന്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, റീപ്ലാന്റ് ചെയ്തിട്ടില്ല. 105 വർഷത്തോളം ആയില്ലേ, 2026 21 പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അതിന് മുന്നേ ഇവിടുത്തെ മൂന്നാറിലെയൊക്കെ തോട്ടങ്ങൾ അതിന് മുന്നേ ഉണ്ടായിരുന്നതാണല്ലോ. മറ്റെന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? മറ്റ് കൃഷികൾ കുരുമുളകുണ്ട്, പിന്നെ അതല്ലാതെ റബ്ബറുണ്ട്, പിന്നെ കൊക്കോ കൃഷിയുണ്ട്. കുരുമുളക് ഏതിനാ ചെയ്യുന്നത്? കുരുമുളക് എല്ലാ ഐറ്റവും ഉണ്ട്. പന്നിയൂറുണ്ട്, കരിമുണ്ട, നീലമുണ്ടി, അങ്ങനെ എല്ലാ ഐറ്റവും തന്നെ അതുണ്ട്. താങ്ങാലായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ല കാപ്പിത്തേ വെച്ചിരിക്കുന്നത്, അതിൻ്റെ അകത്ത് മരങ്ങളുണ്ട്. അപ്പം മരങ്ങൾ മുഴുവൻ അതിൻ്റെ ഇല കോതി വിട്ടിട്ട് അതിൽ തന്നെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. പിന്നെ ഏലത്തോട്ടത്തിൻ്റെ അകത്ത് അതിന് തണൽമരമായിട്ട് വെച്ചിരിക്കുന്നത്, അതിലും കുരുമുളകുണ്ട്. പിന്നെ ഇതായിട്ട് താങ്ങുമരമായിട്ട് ചീമമുരിക്ക് അതാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. ഈ കുരുമുളകിന് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രശ്നമാണല്ലേ? അനുയോജ്യമായിട്ടൊരു കാലാവസ്ഥ ഉൽപാദനം കുറയും. മഴ കൂടിക്കഴിഞ്ഞാൽ അതില് ചരട് ഇടുന്നത് കുറയും, ഇലയായി പോകും. കുരുമുളകിന്റെ വിളവെടുപ്പ് സമയമായി കഴിയുമ്പോൾ കാപ്പിക്കുരു എല്ലാം ഒരേ സമയത്താണ് ആ വിളവെടുപ്പ് സമയം വരുന്നത്. അപ്പൊ നല്ലൊരു തിരക്കുള്ളൊരു സമയമായിരിക്കുമല്ലോ. അപ്പൊ അത് ഇത്രയധികം വിളകൾ പരിപാലനം ചെയ്യണം. ഏലത്തിന്റെ കൃഷിയുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ആ സമയത്ത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനൊന്നും ടൈം വേസ്റ്റ് ചെയ്യാറില്ല. മാക്സിമം ഞാൻ എൻ്റെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അധികം തൊഴിലാളികളെയും വെക്കാറില്ല. അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് നമ്മളൊരു ഓർഡർ അനുസരിച്ച് പോവുകയാണെങ്കിൽ കൃഷിയെ നമുക്കെല്ലാം ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കി കഴിയുമ്പോഴാണ് എല്ലാ പണികളും പെൻഡിങ് ആയിട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊന്നിനും സമയം കിട്ടില്ല. നമ്മൾ ഇതിനെ ഒരു വർക്കായിട്ട് മാത്രം കാണാൻ നമ്മുടെ ഒരു പാഷനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഞാൻ റിട്ടയർഡ്. ഞാൻ ടീമിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിംഗ് ടീമിലായിരുന്നു. ഇന്ത്യൻ ടീമിൽ ഏകദേശം 3 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ BSFന്റെ സെൻട്രൽ ടീമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഞാൻ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ചിലപ്പോൾ വെള്ളമൊഴിക്കാനൊക്കെ രാത്രി 11 മണി 12 മണി വരെ ഏലമൊക്കെ നനച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പാഷനാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ കുരുമുളക് പറിക്കുന്ന സമയത്താണെങ്കിൽ അത് പറിക്കണം, മെതിക്കണം, ഉണങ്ങണം, അങ്ങനെ ഒത്തിരി ജോലികളുണ്ടല്ലോ. അപ്പൊ അത് മെതിക്കലൊക്കെ രാത്രിയിലൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? അത് മോനും വൈഫും ഒക്കെയാണ് അത് ചെയ്യുന്നത്. ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. അവരാണ് അത് ബാക്കിയുള്ള ഉണങ്ങുക, അതുപോലെ മെതിക്കുക, അങ്ങനെയുള്ള പണികൾ. ഉണങ്ങുന്നതൊക്കെ വെയിലത്ത് തന്നെയാണോ? അതെ, വെയിലത്ത് തന്നെയാണ്. പിന്നെ അതും ഈ സ്റ്റോറിലൊക്കെ ഉണങ്ങുന്ന സംവിധാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതെ, അത് വന്നിട്ടുണ്ട്. മെതിക്കാനാണെങ്കിലും മെഷീനറി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഏലകൃഷിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സമയത്ത് ഏലം നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ട ഒരു സമയമാണല്ലേ? ഇടയ്ക്ക് നമുക്ക് വേനൽ മഴ കിട്ടിയെങ്കിൽ പോലും അതികഠിനമായൊരു ചൂടും വെയിലുമാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഏലം നനയ്ക്കുന്നത്? അതിനെക്കുറിച്ച് ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഞാൻ നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത്, ഇപ്പൊ ഈ കഴിഞ്ഞ സമയത്ത്, അപ്പോൾ വൈകിട്ട് ഞാനൊന്ന് ഓടിച്ച് നനയ്ക്കുമെന്ന് വെച്ചാൽ എല്ലാ ചെടികളിലും ഒന്ന് അധികം വെള്ളം കൊടുക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ്. ഞാൻ ഒരു ടോട്ടൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ മണ്ണൊന്ന് നനയും, ഇലകളും എല്ലാം ഇതിന് ചോട്ടിയിട്ടിരിക്കുന്ന പൊതയും നനഞ്ഞ് കിടക്കും. ഇത് നനഞ്ഞ് കഴിയുമ്പോൾ പിറ്റേന്ന് രാവിലെ അതേ ചെടിയെ വീണ്ടും ഒന്നുകൂടെ നനയ്ക്കും. അപ്പൊ ഈ നനഞ്ഞ മണ്ണിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിനെ മണ്ണ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഉണങ്ങിയ മണ്ണിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കുന്നതിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടെ ഒരു തണുപ്പോടെ പിടിച്ചു നിർത്താം. തണുപ്പിന് ഈ വെള്ളത്തിനെ കുറച്ചുകൂടെ ഇപ്പം അരയടി ഒരു 2 ഇഞ്ച് മണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ നനഞ്ഞ മണ്ണിലൂടെ പെട്ടെന്ന് തന്നെ വെള്ളം കുറെ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക. ഈ ഇതിന്റെ ചോട്ടിയിട്ടിരുന്ന ഈ പൊതയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ നേരത്തിന്. അപ്പൊ നമുക്ക് ഈ ഉപയോഗിക്കുന്ന വെള്ളം സെയിം ആണ്. നമ്മള് ഒരു ദിവസം ഫുള്ളായിട്ട് നനയ്ക്കുന്ന അത്രയും വെള്ളം തന്നെ ഞാൻ ഈ 2 നേരം കൊണ്ട് ഉപയോഗിക്കണല്ലോ. ഒരുപക്ഷെ അത്രയും തന്നെ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ നേരം ജലാംശം നിർത്താനായിട്ട്, അല്ലെങ്കിൽ ഈ ഉണങ്ങിയ മണ്ണിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് വേപ്പറായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതിലും നല്ലത് വൈകിട്ടൊന്ന് ഓടിച്ച് നനച്ച് കഴിയുമ്പോൾ ഇത് ഒരു തണുപ്പ് അതിൽ നിൽക്കും. രാവിലെ വീണ്ടും അതിൽ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതിന്റെ തണുപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്. എന്റെ അനുഭവം അങ്ങനെയാണ്. ശരിക്കും എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ
നനച്ചു കൊടുക്കേണ്ടത്? ഞാൻ ആഴ്ചയിലൊരു 3 ദിവസം, നല്ല വേനലുള്ളപ്പോൾ 3 ദിവസം നനയ്ക്കായിരുന്നു. ശരി. ഇനിയിപ്പം മഴ 1-2 ഇടയ്ക്ക് ആഴ്ചയിൽ 1 ഇത് നനയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേനൽമഴ കിട്ടിയത് ഒരു ആശ്വാസം. അതെ അതെ, വളരെ ആശ്വാസമാണ്. ഇനിയിപ്പോൾ എല്ലാം തേയിലയാണേലും കളരിടും. എല്ലാ വിളകൾക്കും എനിക്ക് തോന്നുന്നു ഈ വേനൽമഴ ഒരു ആശ്വാസമായിട്ടുണ്ട്. അല്ലേ? എല്ലാ വിളകൾക്കും കാപ്പി തൈ ഇപ്പം തളിരിടാൻ അത് തൈയായിരുന്നു, അത് കുറച്ചുകൂടെ വളരുന്നുണ്ട്. ഇപ്പം അതിന് വളം കൊടുക്കണം. എപ്പോഴും തന്നെ എൻഗേജ് ആണ് ഞാൻ. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ വിളകൾക്കും വളമിടേണ്ട ഒരു സമയത്തിലേക്ക്. അതെ അതെ, തീർച്ചയായും. ഇനിയിപ്പം മഴക്കാലത്തേക്കിലേക്ക് ഇനിയിപ്പോ ഉടനെ കടക്കുകയാണ്. അപ്പം ഏലകൃഷിക്ക് ഇനി മഴക്കാലത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ ഇപ്പൊ ഷെയ്ഡൊക്കെ നിയന്ത്രിക്കേണ്ട ആവശ്യമൊക്കെ ഇപ്പൊ വരുന്നുണ്ടോ? അതൊന്ന് പറയാം. അതെ, ഇപ്പൊ ഇതുവരെ നമുക്ക് ഷെയ്ഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഇനിയിപ്പം ഷെയ്ഡെല്ലാം കട്ട് ചെയ്ത് അത് കുറയ്ക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പം കുമ്മായവും ഫംഗിസൈഡും, കുമ്മായവും സൾഫറും കൊടുക്കണം. അതിനുശേഷം ഫംഗിസൈഡ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അത് ചെയ്യണം. പിന്നീട് ഇപ്പം ന്യൂട്രലൈസ് ആയതിനു ശേഷം പിന്നീട് മഴ ഇത്രയും ഉള്ളെങ്കിൽ കലക്കി ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മഴ കൂടുതൽ കിട്ടുവാണെങ്കിൽ വളം നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. കാ പിടിക്കാൻ തുടങ്ങുന്ന സമയമായതുകൊണ്ട് 10-26 അത് ചേർത്ത് കൊടുക്കുന്നത് ബെറ്ററാണ്. 10-26 എല്ലാ ഐറ്റവും ഏകദേശം ഉണ്ടല്ലോ. പിന്നെ പുതിയ ചെടിക്കാണെങ്കിൽ 10-26 വേണമെന്നില്ല. അതിൽ എൻ്റെ അഭിപ്രായമാണ്, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പം DAP ആണ് കൊടുക്കുന്നത് തൈച്ചെടിക്ക്. DAP കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 40% നൈട്രജനും ഫോസ്ഫറസിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതായിരിക്കും ബെറ്റർ. പിന്നെ ഇതിന് കാപ്പി തൈക്കും തന്നെ DAP കൊടുക്കാം. അതിൽ നൈട്രജനും ഫോസ്ഫറസിന്റെ ആവശ്യമുള്ള തൈക്ക്. എല്ലാ കൃഷികൾക്കും തന്നെ കവുങ്ങും തൈക്കും ഇത് തന്നെ കൊടുക്കുന്നു. ഇടവിളയായിട്ട് എല്ലാ കൃഷികളും ഉള്ളത് കൊണ്ട് മറ്റൊന്നിന് ഇടുന്ന വളം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. മരുന്നുകളൊന്നും വളങ്ങളൊന്നും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് ഇപ്പം എല്ലാത്തിനും വേണ്ടി ഇപ്പം കാപ്പി തൈ ആയിരിക്കുന്ന സമയത്ത് അതിന് ഇലയുടെ ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അത് നമ്മൾ അടിച്ചു കൊടുക്കുകയോ, ഈ നൈട്രജനും ഫോസ്ഫറസും ആണ് ഇപ്പം തൈ ആയിട്ട് നിൽക്കുന്നതിനുള്ള അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കുമ്പോൾ ഇപ്പൊ കവുങ്ങിന് കൊടുക്കുമ്പോൾ അത് കാപ്പിത്തേയും വലിച്ചെടുക്കും. അപ്പം ഒന്നും വേസ്റ്റ് ആയി പോണില്ല. പച്ചക്കറി കൃഷി ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? പയറുണ്ട്, പിന്നെ കാബേജ് ഉണ്ട്, വഴുതനയുണ്ട്, ചീരയുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അതെ അതെ. എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും വളരെ ചുരുങ്ങിയൊരു സ്ഥലത്താണെങ്കിൽ, എല്ലാ ടെറസിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഒരു അടുക്കളത്തോട്ടം എല്ലാവർക്കും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ആദ്യം മണ്ണ് ഇട്ടിട്ട് അതിൽ കുമ്മായമൊക്കെ ചേർത്ത് അതിന്റെ pH കറക്റ്റ് ചെയ്യുക. മെയിനായിട്ട് pH കറക്റ്റ് ചെയ്യുക. അതിനുശേഷം അത് നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ അതിൽ ചാണകപ്പൊടിയും വേപ്പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് pH കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം കയറി വരും. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ രീതിയിലുള്ള ജൈവ രീതിയിലുള്ള ഉപയോഗിക്കാം. നമ്മൾ ഇത് പുകയില കഷായമായിട്ടും വേപ്പെണ്ണ സ്പ്രേ ആയിട്ടും അങ്ങനെ പലതും ഉപയോഗിക്കാം. എല്ലാവരും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധ്യമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു 80% നമ്മൾ തന്നെ അതിൽ ഇൻവോൾവ് ചെയ്യണം. ഒരുപാട് വിളകളുമായിട്ട് ഇത്രയും നാളത്തെ ഒരു കാർഷിക അനുഭവ സമ്പത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? അതായത് ഒത്തിരി ആളുകൾ പറയാറുണ്ട് കാർഷിക മേഖല നഷ്ടത്തിലാണ്, കൃഷിയിലേക്ക് പോകാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളൊക്കെ ആരും തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇത്ര നാളത്തെ ഒരു അനുഭവ സമ്പത്തും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിളകൾ കൃഷി ചെയ്തുള്ള ഒരു അനുഭവ സമ്പത്തും വെച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് കൃഷി ഒരിക്കലും നഷ്ടമല്ല, നഷ്ടമാവുകയുമില്ല. കൃഷി നഷ്ടമെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് കൃഷി നഷ്ടം. പിന്നെ നമ്മുടെ യുവജനങ്ങൾക്കെന്നുള്ള അവർക്ക് സ്പീഡാണ്, പെട്ടെന്ന് തന്നെ പണം കിട്ടണം. അതിനു വേണ്ടിയിട്ട് അവർ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നില്ല. കാരണം കൃഷിയിൽ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് മുടക്കി പിറ്റേന്ന് അതിൽ നിന്ന് ഇൻകം കിട്ടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. പിന്നെ 1-2 ദിവസം ഇപ്പം കൃഷി ഇന്ന് ചെയ്തു നാളെ അതിന്റെ വരുമാനം കിട്ടുമോ, അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈം വേണം. പിന്നെ റെഗുലർ ആയിട്ട് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കൃഷി വിജയിക്കൂ. പിന്നെ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ ഒരു പരിധിവരെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നല്ലേ? അനുയോജ്യമായിട്ട് വന്നില്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടോ? അതെ, അത് ഉണ്ടാവും. അത് ശരിയാണ്. കാലാവസ്ഥ അനുയോജ്യമല്ലേ നമുക്ക് നഷ്ടം ഉണ്ടാവും. പക്ഷെ നമുക്ക്
അതിനാണ് ഞാനിപ്പം ചെയ്യുന്നത്. എല്ലാതരം വിളകളും എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു വിളയെ മാത്രം ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് കാലാവസ്ഥയുടെ പ്രശ്നം കൂടുതലുണ്ടാകുന്നത്. നമുക്കൊരു ഒരു കൃഷി ഒരു ഇപ്പം ഇടുക്കിയ സമയത്ത് 3-4 ഏക്കർ അല്ലെ 5 ഏക്കർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ പ്ലോട്ട് അനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൽ ഓരോ പ്ലോട്ടിൽ ഓരോ ഐറ്റം കൃഷി ചെയ്യുക, ഇത് ഒന്നിച്ച് കൃഷി ചെയ്യാതെ. ഇപ്പം നമ്മൾ ഏലം കൃഷിക്കകത്ത് നമ്മൾ കുരുമുളക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുരുമുളകിൽ നമുക്ക് ഇപ്പം ഏലത്തിന് കൊത്തിയിളക്കുകയാണ് അല്ലെ മുള്ളിടുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ കുരുമുളകിൻ്റെ വേരുകൾ പൊട്ടും. അപ്പോൾ അതിന് ക്ഷതമേക്കും, അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നിന് ചെയ്യുന്ന മരുന്ന് മറ്റൊന്നിനെ ഏൽക്കാതെ വരികയും, അപ്പോൾ ഓരോ പ്ലോട്ട് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പല മിശ്രവിളയായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണത്തിൽ നഷ്ടം വന്നാലും മറ്റൊരെണ്ണത്തിൽ ലാഭം കൊയ്യാൻ പറ്റും അല്ലെ? തീർച്ചയായിട്ടും, ഒന്നില്ലെങ്കിലും മറ്റൊന്നിലും കിട്ടും. പിന്നെ കൃഷിയിൽ ഒന്നും തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 80% നമ്മൾ ഇൻവോൾവ് ആകണമെന്ന് ഒരു കൃഷിയും നഷ്ടമാകില്ല. നമ്മളെല്ലാം ഇപ്പം തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അത് നമുക്ക് പിടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ നമ്മൾ എല്ലാ തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ അവസ്ഥ എന്തായിരിക്കും? സെയിം അത് തന്നെയുള്ളൂ. നമുക്കൊരു ഓഫീസാണെങ്കിൽ ആ ഓഫീസിൽ നമ്മൾ പോയിരിക്കാതെ സെർവന്റിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇൻകമേ ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും അതിലൊരു ഇതിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ നമ്മളൊരു പാഷനായിട്ട് കൂടി ചെയ്യണം. നമ്മൾ ഒരു ചെടി വാടി നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അതിനെന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെ വെള്ളത്തിന്റെ കുറവാണ് മറ്റു കേട്, അത് നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയാലേ അത് മനസ്സിലാവും. അത് കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ അല്ലേ? അതെ, ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ നിൽക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, വൈഫ്, 2 കുട്ടികൾ. മോള് കല്യാണം കഴിഞ്ഞു, കേരള പോലീസിലാണ് ട്രിവാൻഡ്രത്ത്. പിന്നെ മോനിപ്പോൾ ഇവിടെയുണ്ട്, പഠിക്കുകയാണ്, PSCക്ക് തയ്യാറെടുക്കുന്നു. അത്യാവശ്യം കൃഷിക്ക് എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ വൈഫുണ്ട്, വൈഫും ഇവിടെ ഒരു ലോക്കൽ വർക്കാണ്. അങ്ങനെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈന്യത്തിലായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇപ്പോൾ ഷൂട്ടിങ്ങിലായിരുന്നു, അതിൻ്റെ കോച്ചിങ് ഉണ്ട്. സൗത്ത് ഇന്ത്യയുടെ ജൂറി ഓഫ് പാനൽ മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇതിൽ കൃഷിയുണ്ട്, സ്പോർട്സ് ഉണ്ട്. കൃഷിയുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇതിലേക്കും ആ ഒരു പോകുന്നുണ്ട് എന്റർടൈൻമെന്റ്. അപ്പോൾ നമുക്ക് അധ്വാനിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ കാർഷിക മേഖല സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് തരികയും ഒപ്പം വളരെ വിജയകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അല്ലേ? ഡെഫിനറ്റ്ലി. അത് കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിനെ മാത്രം ആശ്രയം. അതിൽ പശുക്കളുണ്ട്, ഇപ്പം എനിക്കില്ല എങ്കിലും കാലി വളർത്തലും കൃഷിയാണ്, കോഴി വളർത്തലും കൃഷിയാണ്, മുയൽ വളർത്തലും കൃഷിയാണ്, മത്സ്യ കൃഷിയാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഒരു കൃഷി. ഏതെങ്കിലും ഒന്നല്ല കൃഷി. ഇപ്പോൾ ഒരു കുറച്ച് ഏലം വെച്ച് അത് മാത്രമല്ല കൃഷി. അതിനൊപ്പം ഏലമുണ്ടെങ്കിൽ കുറച്ച് ഒരു പശുവുണ്ട്, അല്ലെ 2 ആടുണ്ട്. ഇതെല്ലാം ഈ കൃഷിയിൽ പെടുന്നത്. ഇതെല്ലാം ഒരു ചെയിൻ സിസ്റ്റമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ആടുണ്ടെങ്കിൽ നമുക്ക് വളത്തിന് പുറത്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ കൃഷി സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കെട്ട് പുല്ല് എത്തിക്കൊണ്ടിരുന്നു, അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഇതെല്ലാം ഒരു ചെയിൻ സിസ്റ്റമായിട്ട് പോയെങ്കിൽ നമുക്ക് കൃഷി ഒരിക്കലും നഷ്ടമാവില്ല, ലാഭകരം തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാരുടെയും അതിനോടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഒരു കൂട്ടായ്മയോട് അല്ലെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഫ്രീഡമാണ് കൃഷിയിൽ നമ്മൾ ഏറ്റവും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഒരു ഫ്രീഡമായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റും. അതുപോലെ ഈ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ, കോച്ചിങ് ക്യാമ്പുകൾ നടത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി വരെ ചെയ്യാനുള്ള പണികളെല്ലാം തീർച്ചിട്ട് ഞാൻ പോകും. 1.5 ആഴ്ച പോയി അവിടുത്തെ വർക്കെല്ലാം ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് തളർത്ത് കയറി വരുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് പ്രകൃതിയിലെ കിളികൾക്കായിട്ടും അണ്ണാന്, എലി, പക്ഷികള്, ഇതെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കല്ലേ, ആവാസ വ്യവസ്ഥയോടെ. അതെ, തീർച്ചയായിട്ടും. ഇത്രയും നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണി ശ്രോതാക്കളുടെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇവിടെ വന്ന് ഈ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി ടീമിനും എല്ലാം നന്ദി. താങ്ക് യു. ഇടുക്കി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പരപ്പ് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജി വരയാത്തുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കിസാൻ വാണി സമാപിക്കുന്നു.
ശിവ